ഇപ്പോൾ പ്രദേശവാസികളടക്കം ഇവിടെ വലിയ ആഹ്ലാദത്തിലാണ്. പ്രദേശവാസിയായിട്ടുള്ള ഹരി മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. എത്രത്തോളം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കപ്പൽ ഇവിടെ എത്തുമ്പോൾ? വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം ഈ വരുന്നത് പങ്കെടുക്കാൻ വേണ്ടി രാവിലെ 5 മണിക്ക് ഞങ്ങൾ എണീച്ച് ഇവിടെ ഈ തീരത്ത് വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് കണ്ടതിൽ വളരെ സന്തോഷം. ഇത് എൻ്റെ ഫ്രണ്ട് സന്തോഷം ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പായിരുന്നു ഇവിടെ ഒരു തുറമുഖം വേണമെന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം, ഒരു യുഗം പിറന്നിരിക്കുകയാണ് ഇവിടെ. എന്ത് തോന്നുന്നു? ഏകദേശം 30 വർഷത്തിന് മുമ്പാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. അന്ന് മുതലുള്ള ഇവിടെ ആരൊക്കെ കുറച്ച് പേര് നമ്മളെ ഇവിടുന്ന് ഓടിച്ചു. അന്ന് മുതലുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ കപ്പലെടുക്കണ കാണണമെന്നുള്ളത്. അപ്പോൾ 30 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ ഇത് കാണാൻ പറ്റിയതിൽ ഒരു വലിയ ഭാഗ്യമാണ് നോക്കാം. വലിയ സന്തോഷത്തിൽ തന്നെയാണ് അമൃത പ്രദേശവാസികളും. കാരണം അവരുടെ ഒരു 30 വർഷത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ ഈ കാണുന്ന സാൻ ഫെർണാണ്ടോയുടെ രൂപത്തിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടാൻ പോകുന്നത്. ടക്ഷിപ്പുകൾ അവരുടെ മുഴുവൻ ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് ഈ കപ്പലിനെ, സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പിനെ വിഴിഞ്ഞത്തിറക്കാനുള്ള 2000-ഓളം കണ്ടെയ്നറുകളുള്ള 8000-ഓളം കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള ചൈനയിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഈ സാൻ ഫെർണാണ്ടോ കപ്പലിനെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ബർത്തിലേക്ക് അടുപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ, മന്ത്രിമാരടക്കമുള്ളവർ നിലവിലിപ്പോൾ തുറമുഖ മന്ത്രി അടക്കം ഈ പോർട്ട് ഓപ്പറേഷൻ ബിൽഡിങ്ങിന്റെ അവിടെ എത്തിയെന്ന് ആണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഈ ഒരു മൂറിംഗ് പ്രോസസ്, അതായത് സാൻ ഫെർണാണ്ടോ കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രക്രിയ, അത് അന്തിമ ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഈ പുലിമുട്ടിനകത്ത് കയറ്റിയ ശേഷം ഈ കൂറ്റൻ കപ്പലിനെ വളയ്ക്കുന്ന ആ പ്രക്രിയയും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്പസമയത്തിന് തന്നെ ഈ ടക്ഷിപ്പുകളുടെ സഹായത്തോടുകൂടി തന്നെ ബർത്തിലേക്ക് അടുപ്പിക്കും. പ്രദേശവാസികളുടെ വലിയ കാത്തിരിപ്പ്, ആദ്യം ഈ പറയുന്ന തുറമുഖം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലനിന്ന ആളുകൾ തന്നെയാണ് അവർ. അവരുടെ ആ ഒരു സന്തോഷമാണ് നമുക്കിപ്പോൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ ഒരു കപ്പൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിപ്പോൾ സഫലമായിട്ടുണ്ട്. ചരക്കുമായിട്ട് ഡമ്മി കപ്പലൊന്നുമില്ല, യഥാർത്ഥ കപ്പൽ തന്നെ വിഴിഞ്ഞത്ത് വന്നു എന്നുള്ളതിൻ്റെ ആ വലിയ സന്തോഷം അവർ പങ്കുവെക്കുമ്പോൾ എത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നു ഇവിടെ ഒരു തുറമുഖം വേണമെന്ന് ഉള്ളതിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം അവരുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുതന്നെ ഈ തുറമുഖത്തിൻ്റെ പ്രത്യേകതയും തുറമുഖത്തിൻ്റെ ആവശ്യകതയും പറഞ്ഞു തരുന്ന വാക്കുകളായിരുന്നു. എന്തായാലും ഒരു യുഗം പിറന്നിരിക്കുന്നു. നേരത്തെ ഞാൻ തുടക്കം മുതലേ പറയുന്നത് അത് തന്നെയാണ്. കാരണം ഷെൻഹുവ 15 എത്തിയപ്പോൾ തന്നെ ഇവിടെ ചരിത്രം പിറന്നു കഴിഞ്ഞു. ഇപ്പോൾ സാൻ ഫെർണാണ്ടോ കപ്പൽ, കണ്ടെയ്നറുമായിട്ട് കപ്പൽ എത്തിയപ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു പുതുയുഗം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി എന്തായാലും പ്രതീക്ഷിക്കുന്നത് പോലെ വലിയ വലിയ വളർച്ച ഉണ്ടാവട്ടെ. രാജ്യത്തിനും നാടിനും സംസ്ഥാനത്തിനും തിരുവനന്തപുരത്തിനും ഒക്കെ വലിയ വളർച്ച ഉണ്ടാക്കട്ടെ. പ്രദേശവാസികൾക്കും അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ വരുന്നവർക്കൊക്കെ ഒരുപാട് ജോലി സാധ്യത കൂടെ കിട്ടട്ടെ. 5000-ഓളം ജോലികൾ ഈ തുറമുഖം തുറക്കുമ്പോൾ തന്നെ പ്രത്യക്ഷത്തിൽ ലഭിക്കും എന്നുള്ള വിവരമൊക്കെ സർക്കാർ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് വിദേശ വിനിമയ നാണ്യം രാജ്യത്തിന് നേടിത്തരാൻ പറ്റുന്ന ഒരു തുറമുഖമായിട്ട് വിഴിഞ്ഞം മാറും. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇത് ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ തുറമുഖമാണ്. അതായത് കടൽ മാർഗം തന്നെയായിരിക്കും കൂടുതലും ചരക്കുകൾ നീക്കം ചെയ്യുന്നത്. അതിന്റെ ട്രയൽ റൺ ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്നിപ്പോൾ ഈ സാൻ ഫെർണാണ്ടോ കപ്പൽ ഇവിടെ എത്തി ബർത്തിങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങും. അതിനുവേണ്ടി ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 31 ക്രെയിനുകൾ ഇവിടെയുണ്ട്.